ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രന്റെ തൃശൂരിലെ വീടിന്റെ സമീപത്തെ വീട്ടിലേക്ക് അജ്ഞാതർ സ്ഫോടക വസ്തു എറിഞ്ഞു. വെള്ളിയാഴ്ച രാത്രിയായിരുന്നു ഈ സംഭവം നടന്നത്. രാത്രി 10:45 അയ്യന്തോൾ ഗ്രൗണ്ടിനടുത്തുള്ള വീടിന് സമീപമാണ് സംഭവമുണ്ടായത്. നിലവിൽ ശോഭയുടെ അയൽവാസിയുടെ വീട്ടിലേക്കാണ് അജ്ഞാതർ സ്ഫോടക വസ്തു എറിഞ്ഞിരിക്കുന്നത്. വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചപ്പോഴാണ് പരിസരവാസികൾ സംഭവം അറിയുന്നത്. പക്ഷേ സംഭവ സമയത്ത് ശോഭ സുരേന്ദ്രനും വീട്ടിലുണ്ടായിരുന്നു. ഇവിടെ ശോഭയുടെ വീടാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇത്തരം ഒരു ആക്രമണത്തിന് കാരണമായെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ വിദഗ്ധമായ അന്വേഷണവും ആരംഭിച്ചു. ഈ വിഷയത്തിൽ സംശയകരമായ രീതിയിൽ രാത്രി ഒരു കാർ കണ്ടതായി പ്രദേശവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. രാത്രി 10:44 ഇത് സംഭവിച്ചതെന്നും ഭയപ്പെടുത്തുന്ന രീതിയിൽ ഉഗ്രമായ ശബ്ദത്തോടെയാണ് പൊട്ടിത്തെറി ഉണ്ടായതെന്നും ശോഭ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ സംഭവശേഷം പോലീസ് സ്ഥലത്തെത്തുകയും ഉണ്ടായി. തുടർന്ന് പാർട്ടി പ്രവർത്തകരും എത്തി. ഈ കൃത്യം നിർവഹിച്ച ആളുകളെ കണ്ടെത്തണമെന്നാണ് ആവശ്യമെന്നും ഇതിനോടകം ശോഭ സുരേന്ദ്രൻ വ്യക്തമാക്കി. തന്റെ വീട് ലക്ഷ്യമാക്കി എറിഞ്ഞുവെന്നാണ് മനസ്സിലാക്കുന്നതെന്നും അവർ പറയുന്നുണ്ട്. കാരണം വീട് മാറി എറിയുകയായിരുന്നെങ്കിൽ ഇടത്തോട്ടോ വലത്തോട്ടോ മാറി എറിയാമായിരുന്നു. ഇത് വീടിന്റെ ഗേറ്റിന് കൃത്യമായി എറിയണമെന്ന് നിർബന്ധമില്ലല്ലോ എന്നും ശോഭ പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ പാർട്ടിയുടെ നേതാക്കൾ പറയുന്നത് ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ വീട്ടിൽ ഇത്തരം ഒരു ഉഗ്രസ്ഫോടനം നടന്നതിലെ ഭയം പാർട്ടിക്ക് വിട്ടുമാറിയിട്ടില്ല എന്നും അതുപോലെ ഭാരതത്തിലുള്ള എല്ലാ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം വളരെ ദുഃഖകരമാണെന്നും പറഞ്ഞു. ഭാരതത്തിൽ ഇത്തരം ഒരു ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ 28 പേരോളം മരിച്ച സാഹചര്യത്തിലും അതുപോലെ സ്വർഗീയനായ രാമചന്ദ്രന് അനുശോചനം അറിയിച്ചെത്തിയ സാഹചര്യത്തിലുമാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റായ ശോഭ സുരേന്ദ്രന്റെ വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തെയും പാർട്ടി അതിജീവിക്കുമെന്നാണ് ബി.ജെ.പി. പ്രവർത്തകർ വ്യക്തമാക്കുന്നത്.